ആകാശദീപം എന്നും ഉണരുന്നതാണ്. അതായത് സൂര്യൻ ഉദിച്ചോ എന്ന് ചോദിക്കുന്ന തലേദിവസത്തെ ഹാങ് ഓവറിൽ അവർ ചോദിക്കുന്നതാണ്. അത് ഞാൻ ശരത് സാറിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സാറിന്റെ മനസ്സിൽ ആ സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. ഈ ഹാങ് ഓവർ എന്ന് പറയുന്ന അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നിരുന്നോ? അത് സാറ് തന്നെ ഉണ്ടാക്കിയ ബിംബമാണോ? ഞാൻ ഉണ്ടാക്കിയ മാത്രമല്ല, ഇത് ഈ ഒരു ഇവിടുന്ന് പറക്കുക ഫ്ലൈറ്റിലാണ്, മുകളിലെത്തി ഇങ്ങനെ പോവുകയാണ്. ഈ സ്ഥലമായ അതായോ ഓരോന്ന് ചോദിക്കുകയാണ്. അതെ, പൂക്കളോടും എല്ലാവരോടും. നക്ഷത്രങ്ങൾ ഇവർ രണ്ടുപേരും ഉയരത്തിലാണ്, സ്വർഗത്തിലായിരുന്നു. അതാണ് ആകാശദീപം എന്നും ഉണരുമിടമായോ, അതായത് നമ്മൾ ഭൂമിയിലെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിലായിരുന്നു എന്നുള്ള. പിന്നീട് ഞാൻ ഈ ലിറിക്സിന്റെ പുറകെ പോകുന്നത് അപ്പോഴാണ് അവരുടെ എല്ലാം അങ്ങനെയാണ്. രാത്രി അവര് ഒരുപക്ഷെ സ്വർഗത്തിലായിരുന്നൊക്കെയാന്നുള്ള സങ്കല്പം അങ്ങനെയാണ്. മാത്രമല്ല അതിൽ പിന്നെ ഈ നക്ഷത്ര കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, അത് ആർക്കും പലർക്കും മനസ്സിലായിട്ടില്ല. അത് മാത്രമല്ല, കുഞ്ഞുറങ്ങുന്ന ഇടമായ ഈ നക്ഷത്രങ്ങൾ കുഞ്ഞുറങ്ങുന്ന ഇടം. അതെ അതെ അതെ, അത്രയും വലിയ നക്ഷത്രത്തെ സാറ് കുഞ്ഞായിട്ട് കണ്ടിട്ട് അവര് കുഞ്ഞുറങ്ങുന്ന ഇടമായി എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ആ സങ്കല്പം ശ്രദ്ധിച്ചായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ആ കുഞ്ഞുറക്കം, അതെ തൊട്ട കൊണ്ടിരുന്ന ഉറക്കമുണ്ടല്ലോ, അതിനെപ്പറ്റി വരെ തൊട്ട കൊണ്ടിരുന്ന നക്ഷത്രം ഇങ്ങനെ ഇതാകാൻ തുടങ്ങും. ചിലപ്പോൾ അത് അനങ്ങാതിരിക്കും തോന്നും. അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ കുഞ്ഞുറക്കമാണ്, അതാണ് കുഞ്ഞുറങ്ങുമിടമായ. ഞാൻ വിചാരിച്ചു കൊച്ചുങ്ങളായിട്ട് നമ്മൾ ആകാശത്തെ നോക്കുമ്പോഴത്തേക്ക് നക്ഷത്രം ചെറുതായിരിക്കുമല്ലോ, അപ്പം അങ്ങനെയാണ് സാർ സങ്കല്പിച്ചത്. കുഞ്ഞുറക്കമാണ്. അപ്പൊ പെട്ടെന്ന് മിന്നി മിന്നി ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടുവരില്ല, മിന്നി മിന്നി. ഒരുപാട് പാട്ടുകളിൽ ഇത്തരം ബിംബങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ എന്നാൽ ആവർത്തന വിരസത വരുന്നുമില്ല. ഇത് ഭയങ്കര ഒരു എക്സസൈസ് കൂടെയാണ്. പക്ഷെ എന്നാൽ ഇത് ക്രിയേറ്റീവ് ആണ്. അത് അത്രത്തോളം ഇത് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും മുഴുകുകയും വേണ്ടേ സാറേ? അത് ഇല്ല, ആ ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ വരുന്നതാണ്. പിന്നെയാണ് അതിൻ്റെ വ്യാഖ്യാനം. എനിക്ക് പോലും അറിയില്ല അത് വന്ന വഴി നമുക്കും അറിയില്ല. അപ്പോൾ അതാണ് ഒരു ഇങ്ങനെ ട്യൂൺ ഇട്ടിരിക്കുക. അതിന് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഫ്ലോയിൽ കിട്ടിയില്ലെങ്കിലും എഴുതാൻ പറ്റില്ല, തീരില്ല, പാട്ട് തീരില്ല. അത്രയും നീണ്ട ഇതാണ്. പക്ഷെ അത് അയാളുടെ പ്രതിഭയാണ്. ഞാനപ്പോൾ മത്സരിക്കണമല്ലോ. അതെ, തീർച്ചയായിട്ടും. അതാണ്. അപ്പോൾ ഞാനത് തയ്യാറാവുക. ശരത് സാറിൻ്റെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു നമ്മുടെ സിബി മലയിൽ സാറിൻ്റെ പടം സിന്ദൂരരേഖ പ്രണതോസ്മി ഗുരുവായൂർ പുരേശം എഴുത്ത്. അത് എനിക്ക് തോന്നുന്നു അത്രയും വലിയൊരു സാറ് ഭയങ്കരമായിട്ട് നല്ല രസമായിട്ട് അതൊരു കച്ചേരി ഇതാണ്. അപ്പൊ ആ കീർത്തനത്തിന്റെ ഗൗരവമാണ് ചിരായത്. ഗുരുവായൂർ നടക്കുന്ന കച്ചേരിയാണ്. അതെ അതെ. അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കച്ചേരി ഇതാണ്.